നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭ്യമായിട്ടില്ലെന്ന ആരോപണം ശക്തമാകുന്നു. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ LDF സർക്കാർ മുക്കിയതായും നീതിക്കായി താൻ 3 വർഷമായി കാത്തിരിക്കുകയാണെന്നും മർദ്ദനത്തിനിരയായ സുജിത് വ്യക്തമാക്കി. കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സർവീസിൽ നിന്നും എത്രയും വേഗം പുറത്താക്കണമെന്നും സുജിത്ത് ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് DIG ഓഫീസിലും IG ഓഫീസിലും നൽകിയിട്ടുള്ള ഫയലുകൾ ഇപ്പോൾ കാണാനില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന വർഗീസ് ഉന്നയിക്കുന്നത്. 8 മാസം മുമ്പ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് DIG അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾക്കായി ഫയലുകൾ IG ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. സർക്കാർ അവസാനിക്കുന്ന കാലം വരെയും നമുക്കൊരു നീതി നിഷേധമായിട്ടുള്ളൊരു നടപടിയാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. UDF സർക്കാർ അധികാരത്തിലായിട്ട് ഒരാഴ്ച കൂടെ ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ ഉണ്ടാവും. അതുപോലെ ആലപ്പുഴയിൽ നടന്നത് ആദ്യം വാർത്ത വന്നു നഗരം, അത് നമ്മുടെ കാര്യത്തിലും നടപടി ഉണ്ടാവുമെന്ന് ആദ്യഘട്ടം തന്നെ പോയി വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മൂവ്മെൻ്റായിട്ട് നമ്മുടെ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നടക്കും. അധികമായിട്ടില്ലല്ലോ, 2 ദിവസമല്ലായിട്ടുള്ളൂ. അത് ആദ്യമായി മുതലുള്ള നമ്മുടെ ആവശ്യമായിരുന്നു സസ്പെൻഡ് അല്ല പിരിച്ചുവിടണമെന്നുള്ളത്. എന്നാൽ ഈ ഫയലുകൾ നിലവിൽ 2 ഓഫീസുകളിലും ലഭ്യമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുൻ LDF സർക്കാർ 3.5 വർഷത്തോളമായി ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ ഇവർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. എങ്കിലും നിലവിലെ പുതിയ സർക്കാരിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുമെന്നും സുജിത്തും വർഗീസും വ്യക്തമാക്കി. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീതിക്കായി പോരാട്ടം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഈ 3 കൊല്ലം കഴിഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം വീഡിയോ കിട്ടിയപ്പോൾ സസ്പെൻഷൻ നടത്തി. അതിനുശേഷം തുടരന്വേഷണം നടക്കുമ്പോൾ അതിൽ ഈ ഫയൽ എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല. DIG ഓഫീസിലാണെന്ന് IG ഓഫീസിൽ പറയും, IG ഓഫീസിലാണ് DIG ഓഫീസിൽ പറയും. 2 സ്ഥലത്ത് ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും LDF സർക്കാർ ഈ വിഷയത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചു. കുന്നംകുളം നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവാകുന്നു. പഴയ ജവഹർ തിയേറ്ററിന് മുൻവശത്തെ ജംഗ്ഷനിൽ 3 ഇടങ്ങളിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായി. കുടിവെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാരിൽ പ്രതിഷേധവും കനക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ സ്ഥലത്തെത്തി പ്രധാന വാൾവ് അടച്ചതോടെയാണ് ജലപ്രവാഹം നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ വാൾവ് അടച്ചതോടെ ഈ പ്രദേശത്തെ കുടിവെള്ള വിതരണം പൂർണ്ണമായി നിലച്ചു. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശുദ്ധജലം പാഴാക്കുന്നത് കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 10 ദിവസം പിന്നിട്ടു. ഈ പ്രദേശം ഇപ്പോൾ വലിയ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. പൈപ്പ് പൊട്ടി ശക്തമായി വെള്ളം ഒഴുകിയതിനെ തുടർന്ന് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടു. റോഡിന്റെ വളവു ഭാഗത്താണ് ഈ തകരാർ സംഭവിച്ചിരിക്കുന്നത് എന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. റോഡിലേക്ക് ഒഴുകിയെത്തിയ കല്ലുകളും ചരലും കാരണം ഇരുചക്രവാഹനങ്ങൾ തെന്നി വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവായിട്ടുണ്ട്. 10 ദിവസം മുമ്പ് തന്നെ വിവരം നാട്ടുകാർ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായി ആരും സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ ഓടകളിലേക്ക് ഒഴുകിപ്പോകുന്നത്. പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. കുന്നംകുളം അഞ്ഞൂർ റോഡിൽ ഗേൾസ് സ്കൂളിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് അപകടമുണ്ടായത്. വടക്കേക്കാട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ ഇടതുവശം ഇതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽ സ്കൂട്ടറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. റോഡിൽ വീണു പരിക്കേറ്റ യാത്രികനെ
കുന്നംകുളം വി ഹെൽപ്പ് ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ മണിമലർക്കാവ് പരിസരത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം നഗരസഭാ ജീവനക്കാരൻ മരിച്ചു. തയ്യൂർ പഴങ്കൻ ഫ്രാൻസിസിന്റെ മകൻ ജോസഫ് എന്ന റിൻഡോയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കുന്നംകുളം മുനിസിപ്പൽ ഓഫീസിൽ റവന്യൂ വിഭാഗം ക്ലർക്കായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മണിമലർക്കാവ് പരിസരത്ത് വെച്ചുണ്ടായ അപകടത്തിൽ ജോസഫിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്കു ശേഷം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്നുച്ചയോടെയായിരുന്നു അന്ത്യം. അവിവാഹിതനാണ്. റോസിലി മാതാവും റെമി സഹോദരിയുമാണ്. സംസ്കാരം പിന്നീട് നടത്തും. അങ്കണവാടികളിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്താൻ ചൊവ്വന്നൂർ ബ്ലോക്ക് ICDS-ഉം കാട്ടകമ്പാൽ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. പോഷൺ പക്വാഡ എന്ന പേരിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐ മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ICDS ഓഫീസർ ശോഭ, CDPO ജയശ്രീ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു, ലസിത, KU ജയശ്രീ, അങ്കണവാടി ടീച്ചർ MM മേഴ്സി എന്നിവർ സംസാരിച്ചു. വിവിധ അങ്കണവാടി ജീവനക്കാർ തയ്യാറാക്കി കൊണ്ടുവന്ന പോഷകസമൃദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. സ്വാദിഷ്ടവും പോഷക ഗുണവുമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ തയ്യാറാക്കിയവർക്ക് സമ്മാന വിതരണവും നടത്തി. ഇന്ന് മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം. ചാലിശ്ശേരിയിലെ പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും രുചിക്കൂട്ട് പകരുകയാണ് കളിയത്തുവീട്ടിൽ പ്രകാശൻ എന്ന 63-കാരൻ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രകാശൻ ഉന്തുവണ്ടിയിൽ ചായക്കട നടത്താൻ തുടങ്ങിയിട്ട് 33 വർഷം പിന്നിടുകയാണ്. പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് പ്രകാശേട്ടന്റെ ചായ കുടിക്കാനായി ഇവിടെ എത്തുന്നത്. ചൂടൻ ചായയ്ക്കൊപ്പം ലഭിക്കുന്ന പരിപ്പുവടയും ഉള്ളിവടയും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും എണ്ണപ്പലഹാരം വാങ്ങാനെത്തുന്നവർ ധാരാളമുണ്ടെന്ന് സ്ഥിരമായി ഇവിടെ എത്തുന്ന ചങ്ങരംകുളം സ്വദേശി പ്രജിത്ത് പറഞ്ഞു. അങ്ങനോടാണ്. അപ്പൊ ഞാൻ ഈ വഴിക്കൊക്കെ വാടക വരുമ്പോ എന്തായാലും ഇവിടെ കയറും. ഇനി വാടകക്കാർ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ട് ഇവിടുന്ന് ചായ കുടിപ്പിച്ചിട്ട് പോകും. അതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആ ചായയും പിന്നെ കടികളും. ചായക്കൊപ്പമുള്ള പരിപ്പുവട ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. വിപണിയിൽ ലഭിക്കുന്ന മികച്ച പരിപ്പ് ഉപയോഗിച്ചാണ് പ്രകാശൻ വട തയ്യാറാക്കുന്നത്. രുചിയേക്കാൾ ഉപരി ആളുകളെ വീണ്ടും വീണ്ടും ഈ കടയിലേക്ക് ആകർഷിക്കുന്നത് പ്രകാശേട്ടന്റെ സ്നേഹപൂർവമായ പെരുമാറ്റമാണ്. പരിപ്പുറ കഴിക്കും. ചായല്ല പരിപ്പുറ മാത്രം കഴിച്ചിട്ടില്ല. സൂപ്പർ സാധനം. നല്ല മാർക്കറ്റിലായിട്ട് ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകണം എന്ന ലളിതമായ ജീവിത പാഠമാണ് അദ്ദേഹം വർഷങ്ങളായി പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പ്രകാശന് പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതോടെയാണ് ചായക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഇവിടെ കച്ചവടം തുടങ്ങി. ഇപ്പൊ 33 വർഷമായി. കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിതമൊക്കെ സുഖം അടിപൊളിയായിട്ട് പോയി. മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ സുഖമായിട്ട് പോയി. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. രാവിലെ ആദ്യമൊക്കെ ഒരു 7 മണിയാകുമ്പോൾ തുറന്നിരുന്നു. ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ കച്ചവടം. ആ ചെറിയ തുടക്കം പിന്നീട് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സൗഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറുകയായിരുന്നു. രാവിലെ 7-ന് തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് വരെ തുടരും. പ്രകാശേട്ടന്റെ ചായയുടെ രുചി നുണയാത്തവർ ചാലിശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വളരെ വിരളമാണ്. അതേസമയം ഗ്യാസിന്റെ വില വർദ്ധിച്ചതും പുതുതലമുറ ന്യൂജൻ പലഹാരങ്ങളിലേക്ക് തിരിഞ്ഞതും കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പ്രകാശേട്ടൻ പറയുന്നു. ഞങ്ങൾക്ക് ഗ്യാസിനൊക്കെ 1950 ഉറുപ്പിക അത് പോയിട്ട് ഇപ്പൊ 3500 ഉറുപ്പിക. ഞങ്ങളൊക്കെ അവസ്ഥ വളരെ മോശപ്പോ. ചായക്കടക്കാരെ എല്ലാവരും ഉണ്ട് തന്നെയെന്നല്ല, എല്ലാവരുടെയും എത്ര കൂട്ടി വെച്ചാലും അത് മുതലാവസ്ഥ അന്തരീക്ഷമാണ് ഇപ്പോൾ. സുനിതയാണ് സഹധർമ്മിണി. അഖിൽ, അഭിജിത്ത് എന്നിവർ മക്കളാണ്. കുന്നംകുളം നഗരസഭ നടപ്പിലാക്കി വരുന്ന സൗജന്യ കായിക പരിശീലനം സമാപിച്ചു. സിന്തറ്റിക് ട്രാക്കിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ,
ടി സോമശേഖരൻ, ആർ ഷാജിജു, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവേൻ എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകരെയും പരിശീലനം ലഭിച്ച കുട്ടികളെയും സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90-ാം വാർഷികാഘോഷം മെയ് 23 ശനിയാഴ്ച വൈകിട്ട് 5:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ് തുടങ്ങി ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ചടങ്ങിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായും കലാമണ്ഡലം സംഗീത വിശിഷ്ട സാന്നിധ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലെ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ വിവിധ രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിക്കും. 1 വർഷം നീണ്ടുനിൽക്കുന്ന കലാസാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. സൗജന്യ PSC കോച്ചിംഗ്, പുരുഷ വനിതാ യോഗ പരിശീലനം, ബാലവേദി വേനലവധി ക്യാമ്പുകൾ, വനിതാവേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ വായനശാലയിൽ നടത്തിവരുന്നുണ്ട്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KM അഷ്റഫ്, ജോയിന്റ് കൺവീനർ MK വർഗീസ്, ഭാരവാഹികളായ EN സതീഷ് ബാബു, PB ഭവ്യ, അനില സോമൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് അഡീഷണൽ ICDS പോർക്കുളം പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പോഷൻ പക്വാട പദ്ധതിക്ക് തുടക്കമായി. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു ബാലൻ, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, പ്രവീൺ കുമാർ, KK രതീഷ്, സുമയ്യ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധതരം സ്വാദിഷ്ടവും പോഷകവുമടങ്ങിയ ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടന്നു. മികച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കിയ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് സമ്മാനങ്ങളും മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. വിവിധ അങ്കണവാടികളിലെ വർക്കർമാർ, ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും സമാപിച്ചു. യജ്ഞമണ്ഡപത്തിൽ രാവിലെ ഗണപതി ഹോമം, ലളിതാ സഹസ്രനാമം, ഗ്രന്ഥപൂജാ നമസ്കാരം, ഗായത്രി മന്ത്രാർച്ചന, തുടർന്ന് പാരായണം എന്നിവയ്ക്കു ശേഷം പ്രകാരദീപം, മണിദ്വീപ് വർണ്ണന, പൂത്താലത്തോടെ നാമജപഘോഷയാത്ര, ബ്രഹ്മകലശാഭിഷേകം, മഹാ ആരതി, ആചാര്യദക്ഷിണ എന്നിവയോടെ 9 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നവാഹയജ്ഞത്തിന് സമാപനമായി. ഭാഗവതാചാര്യൻ ഗുരുവായൂർ മണികണ്ഠ വാര്യരായിരുന്നു യജ്ഞാചാര്യൻ. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ ദർശനം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ഭഗവതിക്ക് പൂമൂടൽ, 25 കലശത്തോടുകൂടി ഉച്ചപൂജ തുടങ്ങി നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് പ്രധാന കാർമ്മികത്വവും ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി സഹകാർമ്മിയുമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കു നടന്ന അന്നദാനത്തിൽ ജാതി മതഭേദമന്യേ 100 കണക്കിന് പേർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനാഘോഷത്തിനും നവാഹയജ്ഞത്തിനും ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി വിനോദ്, ട്രഷറർ വിശ്വനാഥൻ, ക്ഷേത്രമൂരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്ത്, കോമരം വിനോദ് എന്നിവരടങ്ങിയ കമ്മിറ്റിയും ഭക്തജനങ്ങളും നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. മെയ് 20 മുതൽ 26 വരെ നടക്കുന്ന ലക്ഷാർച്ചന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, ആമല്ലൂർ നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദിവസേന രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 6:30 വരെയുമാണ് ലക്ഷാർച്ചന നടക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 അഭിഷേകം ഉണ്ടായിരിക്കുന്നതാണ്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുവിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച രാജ്യം. മേഖലയിലും അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രക്തസാക്ഷിത്വ ദിനം മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി VM ഇബ്രാഹിം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജീവൻ ചാത്തനാത്ത്,
MH നൌഷാദ്, അക്ബർ അലി, PN വിജയകുമാർ, സൈബുന്നീസ ഷർഫു, MP സിജോ, VY മുഹമ്മദ് അലി, CV ജോസ്, TS ശ്രീജിത്ത്, മുസ്തഫ മരത്തങ്കോട്, രാജേഷ് മനപ്പടി, KA അഷ്റഫ്, അശോകൻ വെള്ളത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTCയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KM അക്ബർ അലി, സലാം വലിയകത്ത്, MP സിജോ, ലീഡർ ഷൈജൻ, പൂൾ ലീഡർമാരായ CV ജോസ്, KB സുബീഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് എരുമപ്പെട്ടി തിപ്പല്ലൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ വാർഡ് പ്രസിഡന്റ് വർഗീസ് തിപ്പല്ലൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന അസീസ്, യദുകൃഷ്ണൻ എന്നിവർ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കും ജീവനി സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 29-ന് രാവിലെ 10:30 ചേലക്കര ഗവൺമെന്റ് കോളേജിൽ വച്ച് നടത്തുന്നു. സൈക്കോളജിയിൽ റെഗുലർ പഠനത്തിലൂടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 9188900184 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.